ഇരിക്കുന്ന മുഖങ്ങളിൽ കുറെ ആളുകളെ ഇന്ന് ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പൊ അവരോട് ഞാൻ ഈ മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അപ്പൊ എന്താ വെച്ചാല് ഞാൻ പിന്നെ പള്ളിക്കന്ന് ഇനി ആരെങ്കിലും കാണുകയാണെങ്കിലും എന്നോട് ഈ വോട്ടിന്റെ കാര്യം എന്താണ് വോട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന് മറുപടി പറയില്ല. കാരണം പള്ളി അതേപോലെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ പല ജാതി ആൾക്കാരും അമ്പലം അവരുടെ വിശ്വാസം നിൽക്കുന്ന ആൾക്കാരില്ലതാണ്. പള്ളി അതേമാതിരി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലാണ്. അപ്പൊ അവിടെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞത് ശരിയല്ല. അപ്പൊ അത് ഇതിലേക്ക് വലിച്ചയക്കൂല. അപ്പൊ ഇന്നോട് അവിടുന്ന് ഇനി ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടുന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി പറയാൻ കഴിയൂല. അപ്പൊ ആരെങ്കിലും പിന്നെ കറുപ്പ് കരുതിയിട്ട് കാര്യമില്ല. ആ കാര്യം നമ്മളൊരു മുന്നണി സംവിധാനത്തിലാണ് മത്സരിക്കുന്നത്. ആ മത്സരിക്കുമ്പോൾ അതിൽ പല ആറ്റിറ്റ്യൂഡിലുള്ള പല പാഷനിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോ അവരോടൊക്കെ നമുക്ക് വോട്ട് ചോദിക്കേണ്ടി വരും. അപ്പോ നിങ്ങളൊന്നും ഈ വോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പാരിതോഷികമായി മദ്യം അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ പാരിതോഷികമായി കൊടുത്തിട്ട് ആരെങ്കിലും വോട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ജയം എനിക്ക് ആവശ്യമില്ല. അപ്പൊ അത് ഈ കൂട്ടത്തിലുള്ള ആളുകളൊന്നും അങ്ങനത്തെ ആളല്ലാന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. എന്നിരുന്നാലും ആരെങ്കിലും ഒരാള് ഇങ്ങനെ ചെയ്താല് അതിന്റെ കുറ്റം നാളെ പരലോകത്ത് ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉത്തരവാദി ആരാണോ നടത്തിയത് അവരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ള കാരണം. പിന്നെ അതേപോലെ തന്നെ വോട്ടിന് വേണ്ടി ഒരാളെ വ്യക്തിഹത്യ നടത്താനോ ഒരാളെ കുറ്റം പറഞ്ഞിട്ടുള്ളൊരു വോട്ടും വേണ്ട. നമ്മളെ പ്രവർത്തനം നടത്തുക, അതായിട്ട് മുന്നോട്ട് പോകുക, നമ്മൾ നല്ല കാര്യങ്ങൾ പറയാം. ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് ഈ വോട്ട് ഇപ്പൊ പ്രഖ്യാപിക്കും, ഒരു 10-35 ദിവസം കൊണ്ട് അതിന്റെ കാര്യങ്ങൾ കഴിയും. പിന്നെ അള്ളാഹുവിന്റെ ഇതുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. അങ്ങനെ ഇലക്ഷൻ ആകുമ്പോൾ ഒരാൾ ജയിക്കുള്ളൂ. അപ്പൊ അത് ബാക്കി നമ്മളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നമ്മളെ സുഹൃത്തുക്കള് ഇവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കത് പിന്നെ ഇവരായിട്ട് കാണേണ്ടതും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതെല്ലാരും മാറ്റിവെക്കുക. അങ്ങനെ ഒരിക്കൽ കൂടി പറയണേ, നമുക്ക് മദ്യം അതേമാതിരി ലഹരി വസ്തുക്കൾ കൊടുത്തില്ലൊരു വോട്ടിലെ ജയം വേണ്ട, അതാരും കൊടുക്കും വേണ്ട. അതേമാതിരി തന്നെ ഒരാളെ വ്യക്തിഹത്യ നടത്തിയിട്ടോ കുറ്റം പറഞ്ഞിട്ടുള്ളൊരു വോട്ട് എനിക്ക് വേണ്ടാണ്. ഞാനാണ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു വോട്ട് വേണ്ട. അപ്പൊ നിങ്ങളും അതിനും എനിക്കും വേണ്ടിയിട്ട് ആരും അങ്ങനത്തെ പ്രവൃത്തി ചെയ്യരുത്. ചെയ്താൽ അതിന്റെ ഉത്തരവാദി ഞാനാവില്ലാന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളായിട്ട് പല ഇതുവരെ ബന്ധപ്പെട്ടിരുന്നു പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും നമ്മളായിട്ട് പല ആവശ്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് പല രാഷ്ട്രീയം ഉണ്ടാവും. അപ്പൊ ഇനിയും ഞാനൊരു സ്ഥാനാർത്ഥിയാണ് കരുതിയാണ്ട് അവർക്ക് അവരെ രാഷ്ട്രീയ പാർട്ടി തന്നെ നിന്നുകൊണ്ട് ഇന്നായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുന്നതിന് എനിക്കൊരു എതിർപ്പില്ല. അപ്പൊ അവർക്ക് ഇന്നായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതില് ഇന്നായിട്ട് സംസാരിക്കാൻ കാര്യങ്ങൾ, അതായത് ഓൻ എങ്ങനെ ഇനിയിപ്പോ ഒരു സ്ഥാനാർത്ഥി അമ്പനോട് പറഞ്ഞേ അങ്ങനത്തെ കാര്യങ്ങൾ